ഇന്ന് നമ്മൾ മൂന്നാൾ കൂടിയിട്ട് നെന്മാറ വെടിക്കെട്ട് കാണാനായിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഏഷ്യയിലെ തന്നെ നമ്പർ 1 വെടിക്കെട്ടാണല്ലോ നമ്മുടെ നെന്മാറ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് പോകണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കല. ഒന്നും നോക്കിയില്ല, തലശ്ശേരിയിൽ നിന്ന് നേരെ കോഴിക്കോട് ബസ് കയറി. അങ്ങനെ ബസ് കയറി നേരെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്കിപ്പോൾ ബസ്സിന് പോക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടി, അത് ഇത്രയും ലോങ് ഒക്കെ. നമ്മൾ പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ല, നേരെ വിട്ടു. നമ്മളങ്ങനെ ഏകദേശം കൊയിലാണ്ടേക്ക് കഴിയാനാകുമ്പോൾ എൻ്റെ അടുത്തോട്ടേക്ക് വരുന്ന ഈ തെണ്ടീനെ കണ്ട ഇവനൊരു നെഗറ്റീവ് അടിച്ച നെഗറ്റീവ് എന്താണെന്നറിയോ? ഇതുവരെ എത്തിയിട്ട് ഇവൻ ചോദിക്കുക, എടാ മതി പോകണോ, എനിക്കൊരു മൂഡില്ല. പിന്നെ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബസ് കയറി പകുതിയായപ്പോൾ എനിക്കും ചെറുതായിട്ടൊക്കെ മൂഡ് പോയായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, മൂന്നാമത്തെ ആക്കും മൂഡ് പോയി. നമ്മള് പാലക്കാട് പോകുന്നിട്ട് ഇപ്പൊ എന്തായി പ്ലാൻ എന്തായി? ഇതാണ് ഗൈസ് പറയുന്നത്, മൂന്നാൾ ഒരിക്കലും ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല, മൂഞ്ചെന്ന് ഉറപ്പാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇറങ്ങിയ, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആകെ മൂഡ് പോയി. ഒന്നാമത് ബസ്സിലിരുന്നിട്ടാണ്. നമ്മൾ പിന്നെ എന്തായാലും കോഴിക്കോട് എത്തിയല്ലോ, അപ്പോൾ പിന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ചിട്ട് ഫുഡ് അടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. നമ്മളങ്ങനെ നല്ല റെസ്റ്റോറൻറ്റ് തപ്പി ലാസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് വേണം. അങ്ങനെ നേരെ അവിടെ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ചിക്കൻ്റെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പൈസയൊക്കെ കൊടുത്ത് ഇറങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര മഴയും കൊണ്ട് ഓടി കയറി നേരെ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ തന്നെ ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് നല്ലൊരു കോഫി കുടിച്ചു. എല്ലാ പ്ലാനും മൂഞ്ചിന്റെ സങ്കടത്തിൽ നേരെ കണ്ണൂരേക്ക് ബസ്സും കയറി. ഇതുപോലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വൈബായിരിക്കും, സത്യമാണ്. ഇനിയിപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ, ബൈ ബൈ.